അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ വിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുന്ന ക്ലാസ്സുകളിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ക്ലാസ് 20ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ ബഖറയുടെ 251ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ ആയത്തുൽ കുർസി വരുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ എപ്പോഴും പതിവായി ചൊല്ലുന്ന ആയത്തുൽ കുർസി, അതിൻ്റെ മഹത്വം അല്പമെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്കത് പാരായണം ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ടാവും വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് കഴിവിൻ്റെ പരമാവധി മുഴുവനായിട്ടും ഖത്മ് തീർക്കുക എന്നുള്ളത്. ധാരാളം ഖത്മുകൾ തീർക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതാൻ കഴിവിൻ്റെ പരമാവധി ഒന്ന് മനോഹരമായിട്ട് ഓതണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രായവ്യത്യാസമില്ലാതെ മുതിർന്നവർക്കൊക്കെ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതനുസരിച്ച് കേൾക്കുകയും പാരായണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരുപാട്, പ്രത്യേകിച്ച് 60, 70, 80 വയസ്സുള്ള ഒരുപാട് ഉപ്പമാരും ഉമ്മമാരൊക്കെ നമ്മുടെ ഈ ചാനലിൽ ക്ലാസ് കേൾക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആനിനോടുള്ള ആ ഒരു മഹത്തായ, ആ വിശുദ്ധ ഖുർആനിനോടുള്ള അങ്ങേറ്റത്തെ ആ ഒരു ബന്ധമാണ്. ഖുർആൻ പഠിക്കണം, മനോഹരമായിട്ട് കഴിവിന്റെ പരമാവധി ഒന്ന് പാരായണം ചെയ്യണം, ഖത്മ് തീർക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പ്രായമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 251ാമത്തെ ഏകദേശം അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك. فهزموهم بإذن الله. ഇവിടെ മീമ് വന്നു, സുക്കുള്ള മീമ്. പ്രധാനമായിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഷദ്ദുള്ള നൂന് വന്നാല്, ഷദ്ദുള്ള മീമ് വന്നാല് ഇതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് മണിച്ചു കൊടുക്കുക. ഷദ്ദുള്ള അക്ഷരങ്ങൾ നോക്കണം. അതുപോലെ തന്നെ മദ് ഉണ്ടോ, നീട്ടാനുള്ള ആ ഒരു ചിഹ്നമുണ്ടോ, അതുപോലെ തന്നെ നീട്ടാനുള്ള അക്ഷരം ചെറിയ സാധാരണ നീട്ടല് അലിഫ്, യാ, വാവ്, അതിന്റെ പുറമെ മദ്ദുകൾ വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനൊക്കെ പുറമെ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഏതാണ് അക്ഷരം വന്നത് എന്ന് നോക്കണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം വന്ന അക്ഷരം ഏതാണെന്ന് നോക്കണം. അവിടെയൊക്കെ നമ്മൾ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഫഹസമൂഹും ബിഇദ്നില്ലാഹ്. ഇവിടെ മീമിന്റെ നിയമം നമുക്ക് ഒന്ന് നോക്കാം. മീമിന്റെ നിയമം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം എന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തോടു കൂടെയാണ് നമ്മൾ പ്രത്യേകിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരും അല്ലാത്തവർക്കൊക്കെ എന്തുണ്ട്, ആദ്യമായി കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഏതായാലും ഉണ്ടാവും. സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്ക് ഇനിയും വീണ്ടും വീണ്ടും പറയണം എന്ന അഭിപ്രായം ഉണ്ടായത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് സമയമുണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് എന്ത് ചെയ്യാ, കേൾക്കാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് തന്നെയാണ് വന്നതെങ്കിൽ, ഇവിടെ മീമിന്റെ ശേഷം ബ ആണ് വന്നത് അല്ലെ. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുകയും ഒരു മീമായിട്ട് ഉച്ചരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മീം ഉച്ചരിക്കൂല, അതിന്റെ എന്ത് ആവശ്യമില്ല, അത് എന്ത് ചെയ്യും, നേരെ മീമിലേക്ക് കൊടുത്തു നടത്തും. അപ്പൊ പിന്നെ ആ മീമ് ഉച്ചരിക്കൂല, രണ്ടാമത്തെ മീമേ ഉച്ചരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ മീമിന്റെ നിയമം പഠിക്കാൻ വളരെ സിമ്പിളാണ്. 3 കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മീമിന്റെ ശേഷം മീമ് വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. കൂട്ടി യോജിപ്പിച്ചിട്ട് കട്ടി കൊടുക്കുക നടത്താം. മീമിന് കട്ടി കൊടുത്തിട്ട് എന്ന് പറയാം, അതിന്റെ സ്ഥലത്ത് നമുക്ക് വരാം. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന്റെ ശേഷം ഇവിടെ മീമ് വന്നില്ലേ, ഫഹസമൂഹും എന്ന് മീമാണ് വന്നിട്ടില്ലേ. ആ മീമിന് എന്താണ്, ഒന്നുമില്ല, അപ്പൊ പിന്നെ സുക്കൂനാണ്. സുക്കൂനിന്റെ
സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ വന്നാൽ ബിഇദ്നില്ലാഹ് ബി എന്നാ വന്നത് അല്ലേ? മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ അവിടെ കൂട്ടി വായിക്കുമ്പോൾ നേരെ മറിച്ച് നിർത്തി വായിക്കുകയാണ്. ഫഹസമൂഹും അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് ശ്വാസം വിട്ടതിന് ശേഷം ഫഹസമൂഹും ബിഇദ്നില്ലാഹ് ബിഇദ്നില്ലാഹി വഖതല ദാഊദ് എന്ന് പറഞ്ഞു പോതാണെങ്കിൽ അതവിടെ പ്രശ്നമില്ല. നേരെ മറിച്ച് അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഫഹസമൂഹും ബിഇദ്നില്ലാഹ് ഫഹസമൂഹും എന്ന് പറയുന്നത് എന്റെ മറ്റെന്നാ മറച്ച് മണിക്കുക. മീമിന്റെ ശേഷം ബാണ് വന്നതെങ്കിൽ മറച്ച് മണിക്കുക. മറച്ച് മണിക്കാറ് മീമിന് വ്യക്തമായി പറയാതെ ഒഴിവാക്കുകയും ചെയ്യാതെ എന്ത് ചെയ്യാ? ഫഹസമൂഹും ബിഇദ്നില്ലാഹ് ഫഹസമൂഹും ബിഇദ്നില്ലാഹി വഖതല ദാഊദു ജാലൂത്ത്. മീമിന്റെ നിയമം മീമിന് ശേഷം മീം വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. ഇനി മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമിന്റെ ശേഷം സുക്കൂനുള്ള മീമായിരിക്കണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം ഒന്നെങ്കിൽ സുക്കൂൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കൊടുത്താലും ഇല്ലെങ്കിലും ഫത്തും കസറും ലൊമ്മെന്നല്ല എന്നർത്ഥം. സുക്കൂനുള്ള മീമിന്റെ ശേഷം ബാക്കിയുള്ള അറബിയിൽ എത്ര അക്ഷരമാണ്? 28 അക്ഷരമാണ്. മീമിന്റെ ശേഷം മീമ് പറഞ്ഞു, മീമിന്റെ ശേഷം ബാവും പറഞ്ഞു. ഇനിയുള്ള ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വ്യക്തമാക്കി പറയണം. വ്യക്തമാക്കി പറയാന്ന് മീമിന് സുക്കൂൻ കൊടുത്തിട്ട് വ്യക്തമായി വെളിവാക്കി പറയുക. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഫഹസമൂഹും ബിഇദ്നില്ലാഹി വഖതല ദാഊദു വഖതല ദാഊദു ജാലൂത്ത് വഖതല ദാഊദു. അവിടെ എന്ത് ചെയ്യണം? വാവുണ്ടല്ലേ? وقتل داود جالوت وآتاه الله الملك وآتاه الله الملك والحكمة وآتاه الله الملك والحكمة. കൂട്ടി വായിക്കേണ്ട രൂപം وآتاه الله الملك والحكمة حكمة എന്നുള്ള വഖഫ് ചെയ്തപ്പോൾ والحكمة وعلمه مما يشاء وعلمه نട്ടി وعلمه مما يشاء وعلمه مما يشاء. അവിടെ ശദ്ദുള്ള മീമാണ് പറഞ്ഞല്ലോ. ശദ്ദുള്ള മീമ് വന്നാൽ ശദ്ദുള്ള നൂന് വന്നാൽ മണിക്കണം. മിമ്മാ യശാഅ യശാഅ. അവിടെ മദ് മുത്തസിലാണ് അല്ലേ? അത് മുത്തസിൽ എന്ന് പറഞ്ഞെന്താണ്? ഒരരിഫിനേക്കാൾ നീട്ടല് നിർബന്ധമാണ്. മിമ്മാ യശാഅ. വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എല്ലാ സ്ഥലത്തും നമ്മൾ ശ്രദ്ധിക്കണം. തൻവീൻ ഫത്ഹ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ ഫത്ത് എന്ന് പറഞ്ഞാൽ ഡബിൾ ഫത്ത്, 2 ഫത്ത് ഒരുമിച്ച് വരുന്നു അല്ലേ? 2 ഫത്ത് ഒരുമിച്ച് വരിക, അതുപോലെ തന്നെ നീട്ടാനുള്ള സ്ഥലം വരിക. ഇതല്ലാത്ത ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. യശാ എന്നുള്ളത് യശാ, ഹംസക്ക് സുക്കൂൻ കൊടുത്തു. നീട്ടാനുള്ളതാണെങ്കിൽ നീട്ടുക, തൻവീൻ ഫത്ത് ആണെങ്കിലും നീട്ടുക. ബസീറ, ഗഫൂറ, നദീറ എന്നൊക്കെ പറയല്ലോ. ബാക്കി എവിടെ നിർത്തിയാണ്, എവിടെ നിർത്തുക എന്ന് പറയുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടില്ല, അതിനാണ് നിർത്തുക എന്നറിയാം. അപ്പൊ എവിടെയെങ്കിലൊക്കെ നിർത്തുമ്പോ ഇപ്പൊ വാതാഹു എന്ന് പറഞ്ഞ് നിർത്തരുത്. വൽ ഹിക്മത
അല്ലേ? ഇവിടെ വൽ ഹിക്മത വഅല്ലമഹു എന്ന് പറഞ്ഞ് നിർത്തരുത്. വഅല്ലമഹു എന്ന് പറഞ്ഞ് നിർത്തരുത്. ഇതിന്റെ കാരണം അവിടെ നിർത്തുകയാണെങ്കിൽ വഅല്ലമ ഹായിന് സുക്കൂൻ കൊടുത്തു. വഅല്ലമ നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടുക. ഉദാഹരണത്തിന് വഅല്ലമഹു മിമ്മ ഞാൻ അവിടെ നിർത്തി. സാധാരണ അലിഫുള്ളൂ, ആ അലിഫ് കൂടുതൽ നീട്ടണം. മിം മണിക്കല് അത് ശബ്ദം ഉണ്ടായതുകൊണ്ടാണ്, മീമിന് ശബ്ദം ഉണ്ടായതുകൊണ്ടാണ്. മിമ്മ മതി, മിമ്മ എന്നല്ല മിമ്മ. അവിടെ നീട്ടാനുണ്ട്, അലിഫ് കണ്ടില്ലേ? ആ അലിഫ് ഉണ്ടായതുകൊണ്ട് അവിടെ നിർത്തേണ്ടത് എങ്ങനെയാണ്? മിമ്മ കഴിഞ്ഞു. കാരണം അവസാനം നീട്ടാനുള്ളത് കൊണ്ട് നീട്ടാനുള്ളത് നീട്ടിയിട്ട് തന്നെയാണ് നിർത്തേണ്ടത്. അതല്ല എങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. വലൗല വഅല്ലമഹു മിമ്മാ യശാഉ വലൗല അവിടെ നിർത്തി. അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഒരു രൂപം പറഞ്ഞു തരാം മാത്രം. ഓതേണ്ട രൂപങ്ങള്, വഖഫ് ചെയ്യേണ്ട രൂപങ്ങള്. അപ്പൊ മിക്ക ആളുകളും, ചില ആളുകളൊക്കെ ചിലപ്പോൾ ചെയ്യും, നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ വലൗല ദഫ്ഉല്ലാഹിൻ നാസ ബഅദഹും എന്നറിയും, അല്ലെങ്കിൽ ദഫ്ഉ അവിടെ നിർത്തുമ്പോൾ ചെയ്യും, ഓതിക്കൊണ്ടിരിക്കുമ്പോ ശ്വാസം മുറിയും. അപ്പൊ പിന്നെ ചെയ്യും വലൗല ദഫ്ഉല്ലാഹിൻ നാസ. അത് അറിയാതെ നിന്ന് പോയാൽ പ്രശ്നമില്ല, അതല്ല പറഞ്ഞേ. ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ച് നിർത്താന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടണില്ല, മുറിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ വലൗല ദഫ്ഉല്ലാഹിൻ നാസ് വലൗല ദഫ്ഉല്ലാഹിൻ നാസ ബഅദഹും അവിടെ പിന്നെ സുക്കൂൻ തന്നെയാണ് അല്ലേ? ബഅദഹും ബിബഅദ്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കുക. എന്താണ്? വഅല്ലമഹു മിമ്മാ യശാഉ വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅദഹും. ശബ്ദമുള്ള നൂന് വന്നു, മണിക്കണം. ദഫ്ഉല്ലാഹിൻ വരാം. ദഫ്ഉല്ലാഹിൻ നാസ ബഅദഹും ബിബഅദ്. ഇവിടെ എന്ത് വന്നു? മീം വന്നു. സുക്കൂനുള്ള മീമിന്റെ ശേഷം ബ വന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബഅദഹും ബിബഅദ് എന്ന് പറയുന്നത് ബഅദഹും ബിബഅദ്. ബഅദഹും ബിബഅദിൽ ലഫസദത്തിൽ അർള്. ബിബഅദില്ല ബിബഅദില്ല. അപ്പൊ മീമിന്റെ നിയമങ്ങൾ പറഞ്ഞു. ഇനിയോ സുക്കൂണിലെ നൂന് വന്നാൽ നൂനിന്റെ ശേഷം ഏതാണ് അക്ഷരം വന്നത് എന്ന് നോക്കണം. നൂനോ തൻവീനോ, രണ്ടും ഒരു നിയമമാണ്. രണ്ടിന്റെ നിയമങ്ങൾ ഒന്നാണ്. സുക്കൂണിലെ നൂന് വന്നു, തൻവീൻ വന്നു. തൻവീനും സുക്കൂണിലെ നൂനും എന്താണ്? എഴുത്തിലെ വ്യത്യാസമുള്ളൂ, ഉച്ചാരണത്തിൽ എന്തില്ല? വ്യത്യാസമില്ല. ബിബഅദിൻ എന്നാണ് പറയേണ്ടത്. ബിബഅദിൻ ബിബഅദിന് ല്ലേ? ബിബഅദിൻ ഇതാണ് ഉച്ചാരണത്തിൽ വരിക. ബിബഅദിൻ അൻ ഇൻ ഉൻ. എന്താ കാരണം? ഉച്ചാരണത്തിൽ അവിടെ നൂന് വരുന്നുണ്ട്. ഉച്ചാരണത്തിൽ ബിബഅദിന് ബിബഅദിൻ അവിടെ ഉച്ചാരണത്തിൽ നൂന് വരുന്നുണ്ട്. സാധാരണ നമ്മൾ തൻവീൻ അല്ലാത്ത പോലത്തെ ആ എന്ന് ഇത് പിന്നെ സുക്കൂണ നൂന് എഴുതിയ അൻ എന്ന വായിക്കുക. അൻ ല്ലേ? ഇനി നേരെ പറ്റ ഹംസക്ക് തൻവീൻ ഫത്ത് കൊടുത്താൽ എന്താ വായിക്കുക? അൻ ല്ലേ? രണ്ടും ഒന്ന് തന്നെ. അൻ ഉച്ചാരണത്തിൽ രണ്ടും ഒരുപോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നിയമം ഒരുപോലെ ആയത്. അപ്പൊ ബിബഅദിൻ എന്ന് ഇവിടെ പറയാൻ പറ്റൂല. ബിബഅദിൻ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണ്? ബിബഅദ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് തൻവീൻ അങ്ങനെയെന്ന് പറഞ്ഞു. ബിബഅദിൻ എന്ന് പറഞ്ഞത് തൻവീന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ ലാമോ റാഓ വന്നാൽ നമ്മൾ സാധാരണ ഓർഡറില പറയല് അല്ലെ? സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. നൂനിനെ മാറ്റി നൂനിന്റെ ശേഷം ബ വന്നാൽ നിയമം എന്താണ്? നൂനിന്റെ സ്ഥാനത്ത് മീമ് കൊടുക്കുക, എന്നിട്ട് ഉച്ചരിക്കുക. അതുപോലെ തന്നെ സുക്കൂണിന്റെ നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ലാമോ റാഅ വന്നാൽ ഇതുപോലെ ബിബഅദില്ല ബിബഅദില്ല
ബിബഅദില്ല ഫസദത്തിൽ അർള്. തൻവീനിന് ശേഷം ലാം വന്നാൽ അല്ലെങ്കിൽ റാ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, വേറൊന്നും ചെയ്യണ്ട, നേരെ കൂട്ടി യോജിപ്പിക്കുക. എങ്ങനെ? ബിബഅദിൻ എന്നുള്ളത് ബിബഅദില്ല, ആ തെൻവീനിലുള്ള നൂനിനെ ലാമിലേക്ക് കൊടുത്തു. അപ്പൊ ലാം കുറച്ച് കട്ടി കൂടി, ലാമിൽ ഇപ്പൊ ഡബിൾ അക്ഷരാണ്, അതുകൊണ്ടാണ് ആ ശബ്ദ് വന്നത്. ബിബഅദില്ല ഫസദത്തിൽ അർള്. തെൻവീനിന് ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം, സുക്കൂനുള്ള നൂനാകട്ടെ ഒന്നുമില്ലാത്ത നൂനാകട്ടെ രണ്ടും സുക്കൂനാണ്, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമോ റാ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, വേറൊന്നും ചെയ്യണ്ട. ഫസദത്തില്ല, അവിടെ തെൻവീൻ ഉണ്ടല്ലോ എന്ന് കരുതിയില്ലേ, ഇവിടെ നേരെ പിന്നെ ബിബഅദില്ല തെൻവീൻ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബിബഅദില്ല അങ്ങനെ ഒന്നും കൊണ്ടല്ല. ബിബഅദില്ല ഫസദത്തിൽ അർളു വലാകിന്നല്ലാഹ്. ഞാൻ അവിടെ നിർത്തി. അപ്പൊ വലാകിന്നല്ലാഹ്, അല്ലാഹ എന്നുള്ളത് നിർത്തിയപ്പോ അവിടെ ഹാഇന് സുക്കൂൻ കൊടുത്തു. വലാകിന്നല്ലാഹ ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. ഇവിടെ നേരത്തെ പറഞ്ഞു സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിന് ശേഷം ലാമോ റാ വന്നാൽ കൂട്ടി യോജിപ്പിക്കണം എന്ന് പറഞ്ഞു, മണിക്കണ്ട. അതുപോലെ തന്നെയാണ് സുക്കൂന നൂനിന്റെ ശേഷം തെൻവീനിന് ശേഷം നൗമി, നൂന് വാവ് മീമ് യാ, ശേഷമുള്ള അക്ഷരം നൂന് വാവ് മീമ് യാ, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് വന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? മണിക്കണം, കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് മണിക്കുക. നമുക്ക് സ്ഥലത്തുമ്പോൾ പറയാം. അതുപോലെ തന്നെയാണ് തെൻവീനിന്റെ ശേഷം സുക്കൂന നൂനിന്റെ ശേഷം ഇദ്ഹാറിന്റെ അക്ഷരമായ 6 അക്ഷരങ്ങൾ ഹംസ, ഹ, 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 ഐന്, ഐന്, ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം? അപ്പോ ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഹംസ, ഹ, 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 ഐന്, ഐന്, ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് ശേഷം വന്നതെങ്കിൽ, നൂനിന്റെ ശേഷം തെൻവീന്റെ ശേഷം ഈ അക്ഷരമാണ് വന്നതെങ്കിൽ അവിടെ നമ്മൾ നോക്കണം, ഓതുമ്പോൾ നോക്കണം ശേഷമുള്ള അക്ഷരം ഏതാണ് എന്നുള്ളത്. അപ്പൊ ഈ പറയപ്പെട്ട അക്ഷരമാണെങ്കിൽ നൂനിനെ വ്യക്തമാക്കണം, വെളിവാക്കി പറയണം. നൂൻ എങ്ങനെയാണോ അതുപോലെ പറയുക, തൻവീൻ എങ്ങനെയാണോ പറയേണ്ടത് അതുപോലെ പറയാം. എങ്ങനെ പറയാം? വലാകിന്നല്ലാഹ ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. ഫദ്ലിൻ ലിൻ ഫദ്ലിൻ അലൽ ആലമീൻ. കാരണം തൻവീന് ശേഷം ഇവിടെ ഐന് വന്നു. ഇദ്ഹാറിന്റെ അക്ഷരത്തിൽപ്പെട്ട 6 അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമാണ് ഐന്, ഓയിന് അല്ലേ? ഇവിടെ ഐനാണ് വന്നിട്ടുള്ളത്. ഐന് വന്നാൽ വെളിവാക്കണം. ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. ഫദ്ലിൻ അലൽ ആലമീൻ. ഇനി ഈ പറയപ്പെടാത്ത ബാക്കി ഏതക്ഷരം വന്നാലും, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ബ പറഞ്ഞു, ലാമ്, റാ പറഞ്ഞു, നൗമി, നൂന്, വാവ്, മീമ് പറഞ്ഞു. ഇദ്ഹാറിന്റെ 6 അക്ഷരങ്ങളായ ഹംസ, ഹ, 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 ഐന്, ഐന്. നമ്മൾ ചാർട്ടിലേക്ക് ഇങ്ങനെ നോക്കുക, ആ ചാർട്ടിലുള്ള അതല്ലാത്ത ബാക്കി ഏതക്ഷരം വന്നാലും 28 അക്ഷരങ്ങളാണുള്ളത്. ഈ 13 അക്ഷരമല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ, ബാക്കി 15 അക്ഷരവും ഇഖ്ഫായിന്റെ അക്ഷരമാണ്, മറച്ച് മണിക്കേണ്ട അക്ഷരങ്ങളാണ്. ശേഷമുള്ള അക്ഷരം ഈ പറയപ്പെടാത്ത അക്ഷരത്തിൽപ്പെട്ടതാണെങ്കിൽ മറച്ച് മണിക്കുക. അപ്പൊ ഈ ആയത്തില് ഇഖ്ഫായിന്റെ സ്ഥലം ഇല്ലല്ലോ? ഇല്ല, നമ്മൾ ഓതി ആയത്തിലില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊന്നുകൂടി ഓതി നോക്കാം. فهزموهم بإذن الله فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض
വലകിന്ന അല്ലാഹ ദൂ ഫദ്ലിൻ അലൽ ആലമീൻ. 252 ആയത്ത്. തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് ബിൽ ഹഖ്. ബി കഴിഞ്ഞിട്ട് ഒരു വസ്ലിന്റെ ഹംസയുണ്ട് അലിഫിന്റെ മുകളിൽ. ബായിനോട് ചേർന്നിട്ട് ഒരു അലിഫുണ്ട്. അലിഫിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു സ്വാദിന്റെ ചിഹ്നമുണ്ട്. സ്വാദ് പോലത്തെ അല്ലെ, സ്വാദ് മുറിച്ചിട്ട ചിഹ്നമുണ്ട്. ആ അലിഫ് ഉച്ചരിക്കുകയില്ല, കൂട്ടി വായിക്കുമ്പോ ബിൽ ഹഖ്. ബിൽ ഹഖ് അവിടെ നിർത്തിയപ്പോ ഹഖീനായിരുന്നു, നിർത്തിയപ്പോ ബിൽ ഹഖ്. തൻവീൻ ഫത്വ നീട്ടാനുള്ള സ്ഥലമോ ആണെങ്കിൽ നീട്ടുക, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സുക്കൂൻ ചെയ്യുക. وَإِنَّكَ لَمِنَ الْمُرْسَلِينَ. ഇനി നമ്മൾ നിർത്തുമ്പോ ലമിനൽ മുർസലീൻ. നൂനിന് സുക്കൂൻ കൊടുത്തു അല്ലെ, ഫത്ഹാണ്. ഫത്ഹ് നൂന് സുക്കൂനാക്കി വഖഫ് ചെയ്തപ്പോൾ. ഇനി നിർത്തുന്ന സമയത്ത് ആ നിർത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ഇവിടെ ന എന്നുള്ളതാണ്, അവിടെ സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, യാ, വാവ്. നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അലിഫ്, യാ, വാവ്. ഇതല്ലാതെ നീട്ടാൻ ഉപയോഗിക്കുക ഇല്ല. ഈ അക്ഷരങ്ങൾ മാത്രമേ നീട്ടുകയുള്ളൂ. അപ്പോ നീട്ടാനുള്ള അക്ഷരം അവിടെ വന്നാൽ അവിടെ അല്പം ഒന്നും കൂടി നീട്ടേണ്ടതാണ്. മറ്റ് ആരിൽ വരും വഇന്നക ലമിനൽ മുർസലീൻ. വഇന്നക ലമിനൽ മുർസലീൻ. വഇന്നക ലമിനൽ മുർസലീൻ. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എല്ലായിടത്തും വരും. എവിടെ ശ്വാസം മുറിയുന്നു അവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ മദ്ദുകൾ ഉണ്ടോ എന്ന് നോക്കണം. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. 253. تلك الرسل فضلنا بعضهم على بعض. അവിടെ വഖഫ് ചെയ്തു. تلك الرسل فضلنا بعضهم تلك കൂട്ടി വായിക്കുക. تلك الرسل فضلنا بعضهم على بعض. അവിടെ മീം വന്നു. മീമിന്റെ ശേഷം ഐനാണ് വന്നു. മീമിന്റെ ശേഷം മീമും ബഉം അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും വ്യക്തമായി വെളിവാക്കി പറയുക. بعضهم على بعض. മീമ് സുക്കൂൻ ഉള്ളത് പോലെ പറയാം, വ്യക്തമാക്കി പറയാം. അവിടെ നിർത്തി. ഇനി അവിടെ മീമിന്റെ അവിടെ അല്ലെ മേലെ ഒരു മീമിന്റെ ചിഹ്നം കണ്ടില്ലേ? അതിനുള്ള ആൾ നിർത്താന്നുള്ളത് ചിഹ്നമാണ് അല്ലെ? അവിടെ നിർത്തി. ഇനി അഥവാ നിർത്തുന്നില്ലെങ്കിൽ നിർത്തൽ നിർബന്ധമുണ്ടോ? വിശുദ്ധ ഖുർആനിൽ എന്തില്ല? ഇന്ന സ്ഥലത്ത് നിർത്തണം എന്നുള്ള കർശനമായ നിർബന്ധം ഇവിടെ ഇല്ല. സാധാരണ നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ ഖുർആനിൽ അല്ലാത്ത കാര്യങ്ങളിലൊക്കെ എന്താണ്? അത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ അത് ചെയ്ത് നിർബന്ധമാണ്, ചെയ്തിട്ടില്ലെങ്കിൽ അത് ശിക്ഷയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഇവിടെ നിർത്തണം എന്നുള്ള ചില സ്ഥലത്തൊക്കെ പറയുന്നുണ്ട്. അവിടെ ആ സ്ഥലത്ത് എന്ത് ചെയ്യാ? നിർത്തണം എന്ന് എന്തില്ല? ആ പറയുന്ന നിർബന്ധം ഇവിടെ വരുന്നില്ല. എങ്കിലും അത് പാലിക്കലാണ് നല്ലത്. അവിടെ നിർത്തുന്നില്ല എങ്കിൽ തെൻവീനിന്റെ ശേഷം മീമ വന്നത് നൗമി. തെൻവീൻ എന്ന് പറഞ്ഞ നൂനിന്റെ ശേഷം മീമ വന്നു. മീമ വന്നാൽ എന്ത് ചെയ്യണം? നൗമി നൂന് വാവ് മീമിയ നേരെ എന്ത് ചെയ്യാ? കൂട്ടി യോജിപ്പിക്കുക. തെൻവീന്റെ ശേഷം മീമ വന്നാൽ അലാ ബഅദിൻ മിൻഹും എന്നുള്ളതിനെ നൂനിനെ മീമിലേക്ക് കൊടുത്ത് മീമ് കട്ടി കൂടി മണിക്കുക. ബഅദിൻ മിൻഹും
അവിടെ അതിന്റെ അടിയിൽ ഒരു നൂന് വന്നു, സുക്കൂനുള്ള നൂനിന് ശേഷം ആ നൂനിനെ വ്യക്തമാക്കാനുള്ള കാരണം എന്താ? ശേഷമുള്ളത് ഹ ആണ്. മിൻഹും, മീന് മിൻ എന്ന് വ്യക്തമാക്കി. ശേഷമുള്ള ഹ ആണ്. ഹ എന്തിന്റെ അക്ഷരമാണ്? ഇല്ലാന്റെ അക്ഷരമാണ്. ഹംസ ഹ ഐന് ഗൈന്. അപ്പൊ മിൻഹും. അതിന് ശേഷം കണ്ടില്ല, മീമിന്റെ ശേഷം മീം വന്നു. ഇവിടെ മീമിന്റെ നിയമം നോക്കട്ടെ. നൂനിന്റെ സ്ഥലത്ത് നൂനിന്റെ നിയമമാണ് നോക്കേണ്ടത്. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്, ഒരു മീമായിട്ട് ഉച്ചരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാ? മീം മണിക്കും. മിൻഹും മിൻഹും മൻ കല്ലമല്ലാഹ്. നേരത്തെ പറഞ്ഞല്ലോ 15 അക്ഷരങ്ങൾ ഇഖ്ഫാന്റെ അക്ഷരം എന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് കാഫ്. അവിടെ മൻ എന്ന് പറയാൻ പാടില്ല. മൻ എന്ന് പറഞ്ഞാൽ ഇദ്ഹാറായി മാറി, വെളിവാക്കി. വെളിവാക്കാൻ പാടില്ല, കാരണം വെളിവാക്കേണ്ട അക്ഷരമല്ല ശേഷമുള്ളത്. അപ്പൊ വെളിവാക്കേണ്ടത് എന്താണ്? നൂനാണ് വെളിവാക്കേണ്ടത്, അല്ലെ? മറിച്ച് മണിക്കേണ്ടത് എന്താണ്? നൂനാണ്. അത് എങ്ങനെയാ നോക്കേണ്ടത്? ശേഷമുള്ള അക്ഷരം നോക്കിയിട്ടാണ്. ശേഷമുള്ള അക്ഷരം ഇഖ്ഫാന്റെ അക്ഷരമായതുകൊണ്ട് ഇവിടെ മൻ കല്ലമല്ല എന്ന് പറയില്ല. പിന്നെ എങ്ങനെ പറയാം? ഒഴിവാക്കുകയും ചെയ്യുക. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കുക, വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നില്ല, എന്നാൽ ഒഴിവാക്കുകയും ചെയ്യുന്നില്ല. രണ്ടിന്റെയും ഇടയിലായിട്ട് മൻ കല്ലമല്ല എന്ന് പറയാതെ മൻ കല്ലമല്ലാഹ്. ഒന്നുകൂടെ. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات. ഞാനവിടെ വഖഫ് ചെയ്തു. ദറജാത്ത്. തൻവീൻ കസ്റാണ്. തൻവീൻ ഫത്ഹ് ആണെങ്കിലേ നീട്ടുകയുള്ളൂ. തൻവീൻ ഫത്ഹ് അതുപോലെ തന്നെ അവസാനം നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? സുക്കൂൻ കൊടുക്കുക. ദറജാത്തിൻ എന്നുള്ളതിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. ദറജാത്ത് ദറജാത്ത്. അവിടെ താഴെ സുക്കൂൻ കൊടുത്തു. സുക്കൂൻ കൊടുത്താൽ മാത്രം പോരാ, അതിന് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാണോ നോക്കണം. അപ്പൊ പിന്നെ അല്പം നീട്ടണം. ദറജ ദറജ ഒരു അലിഫുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ദറജാത്ത് എന്ന് പറഞ്ഞ പോലെ ദറജാത്ത് ദറജാത്ത്. وآتينا عيسى ابن مريم البينات. عيسى ابن مريم വസ്ലിൻ ഹംസയാണ്. വസ്ലിൻ ഹംസ പറഞ്ഞു, കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. عيسى ابن مريم البينات وأيدناه بروح القدس. എന്നല്ല, നാകാൻ സാധ്യതയുണ്ട്. ബിറൂഹിൽ ഖുദുസ്. അവിടെ നീട്ടേണ്ട ആവശ്യമുണ്ടോ? ഖുദൂ എന്ന് പറയണ്ട, കാരണം എന്താണ്? നീട്ടാനില്ല. ഖുദുസി എന്നാണുള്ളത്. സീന് സുഖം കൊടുക്കുക. തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ടെങ്കിലേ നീട്ടേണ്ടതുള്ളൂ. ഇവിടെ നീട്ടാനില്ല. ഉണ്ടോ? ദാലാണ്. ദാല് മാത്രമേ ഉള്ളൂ, നീട്ടാനില്ല. ഖുദുസ്. ولو شاء الله ما اقتتل الذين من بعدهم വായിക്കരുത്. സുക്കൂനുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അടമാക്കത്തല എന്ന് പറയരുത്. അടമാ കഴിഞ്ഞിട്ട് ഒരു അലിഫാണ്, അല്ലെ? അലിഫ് വന്നു, അലിഫിനൊന്നുമില്ല, പിന്നെ സുക്കൂനാണ്. വസ്ലിൻ ഹംസ വന്നു, പിന്നെ അതുപോലെ തന്നെ ഖാഫ് വന്നു, ഖാഫിന് സുക്കൂനാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചില ആളുകളെങ്കിലും വായിക്കാൻ സാധ്യതയുണ്ട്. മിൻ ബഅദിഹിം എന്നാണുള്ളത്. നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞ നിയമം സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ, നൂനിന്റെ ശേഷം ബ വന്നാൽ, നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂന് വന്നു, അതിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ഈ നൂനിന്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കുക. എന്നുള്ളത് മിം ബഅദിഹിം. ഇപ്പൊ മീമാക്കി കൊടുത്തപ്പോൾ മീമിന്റെ ശേഷം ബ വന്നാൽ ഇപ്പൊ അവിടെ മീമായി മാറി. അപ്പൊ അതിന്റെ പേരാണ്, മാറുന്നതിന്റെ പേരാണ് ഇഖ്തിലാബ്. മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഇനി അവിടെ മീമാണുള്ളത്. ഇപ്പൊ എന്താ ഉള്ളത്? അവിടെ മീമാണുള്ളത്. ഇപ്പൊ മീമിന്റെ ശേഷം ഏതാക്ഷരം വന്നത്? ബ ആണ്. മീമിന്റെ ശേഷം നേരത്തെ പറഞ്ഞു, മീമിന്റെ ശേഷം
ഇനി മീമിന്റെ നിയമം നോക്കേണ്ട. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. അപ്പൊ ഇവിടെ മറച്ച് മണിക്കൽ വരണം. മിം 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 ബാദിഹിം എന്ന് പറയുന്നത് മിം ബാദിഹിം. ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും മീമിന്റെ നിയമം എന്താണ്? മീമിനെ വ്യക്തമാക്കി പറയുക എന്നുള്ളതാണ്. ഇവിടെ മിം ബാദിഹിം മിം ബാദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്. ഇവിടൊക്കെ നിയമങ്ങളൊക്കെ വരുന്ന ആ നിയമങ്ങളൊക്കെ എല്ലായിടത്തും നമ്മൾ പാലിക്കണം. അപ്പൊ ഇങ്ങനെ മിം ബാദിഹിം മിം ബാദി മാ മിം അടക്കം മീമിന്റെ ശേഷം മീം വന്നു. ഇദ്ഗാം ബിഗുന്ന കൊണ്ടുവരണം. മിം ബാദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത് മിൻ ബാദിഹിം മിൻ ബാദി. അടക്ക ഇഖ്തിലാബ് വരുന്നുണ്ട് അല്ലേ? മിൻ ബാദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്. വഖഫ് ചെയ്തു, താഇന് സുക്കൂൻ കൊടുത്തു. മുമ്പുള്ളത് നീട്ടാണ്ടായതുകൊണ്ട് ബയ്യിനാത്ത്. ولكن اختلفوا فمنهم ولكن اختلفوا ولكن اختلفوا فمنهم ولكن اختلفوا فمنهم ولكن اختلفوا فمنهم ولكن اختلفوا കൂട്ടി വായിക്കേണ്ട. വസലിൻ ഹംസ ഒഴിവായി. വലാകിൻ ഇഖ്തലഫു. ഞാൻ അവിടെയാണ് വഖഫ് ചെയ്തത് എങ്കിൽ വലാകിൻ ഇഖ്തലഫു എന്നാണ് പറയേണ്ടത്. നീട്ടാനുണ്ട്. വലാകിനി എന്നുള്ളിടത്ത് വലാകിൻ വഖഫ് ചെയ്തു. വലാകിൻ വലാകിൻ ഇഖ്തലഫു വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ പോവാ? വലാകിൻ ഇഖ്തലഫു ഫമിൻഹും മൻ. ഞാനവിടെ വഖഫ് ചെയ്തു, നൂന് വഖഫ് ചെയ്തു, സുക്കൂൻ കൊടുത്തു. ഇനി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ നൂന് വ്യക്തമാക്കി തന്നെ പറയണം അല്ലേ? ഇപ്പൊ പറഞ്ഞു വഖഫ് ചെയ്തപ്പോ ഏതായാലും പറയണം. വഖഫ് ചെയ്യുന്നില്ല എങ്കിലും പറയണം. കാരണം ശേഷമുള്ളത് ആ എന്നുള്ള ഹംസയാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഹംസ വന്നു. ഹംസ ആറക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ മൻ ആമന വമിൻഹും മൻ കഫർ വമിൻഹും മൻ കഫർ വമിൻഹും മൻ കഫർ. മൻ എന്ന് പറയുന്നത് വമിൻഹും അട മണിക്കണം. മീമിന്റെ ശേഷം മീമ വന്നിട്ടുള്ളത്. വമിൻഹും മൻ കഫർ മൻ കഫർ. മൻ എന്ന് പറയുന്നത് മൻ കഫർ. ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. യുരീദ് ദാലിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള ആണ് അവിടെ യുരീദ്. മധ്യ ആരിത് വരുന്നതാണ്. അപ്പോ വലൗ ശാഅ അല്ലാഹു മഖ്തതലു. നേരത്തെ പറഞ്ഞു മഖ്തതലു വലാകിൻ അല്ലാഹ യഫ്അലു മാ യുരീദ്. എല്ലാവരും കൂടെ ഇങ്ങനെ ഓതി നോക്കണം കേട്ടോ. കൂടെ ഇങ്ങനെ ഓതണം. സംശയങ്ങളുണ്ടെന്ന് എന്ത് ചെയ്യുക, ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ എന്ത് ചെയ്യാവുന്ന അമർത്താം. താല്പര്യമുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുതിർന്ന ആരെങ്കിലുമൊക്കെ, പ്രായമുള്ള ആരെങ്കിലൊക്കെ മൊബൈലിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കുട്ടികളോട് പറഞ്ഞാൽ മതി. അത് ഓണാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അയക്കുന്ന വീഡിയോകൾ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതിന് മെസ്സേജ് ആയിട്ട് വരണമെങ്കിൽ അതിന്റെ രൂപത്തിൽ അതൊന്ന് ഓണാക്കി പിന്നെ വെക്കാൻ വേണ്ടി എന്ത് ചെയ്യാ പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് 20ാമത്തെ ക്ലാസ് ആണ്. 19 ക്ലാസ്സുകൾ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതല്ലാത്ത ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഖത്മുൽ ഖുർആൻ പൂർണ്ണമായിട്ടും ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടെ തുടങ്ങിയ ഈ ക്ലാസ് 19ാമത്തെ ക്ലാസ്. 19 കഴിഞ്ഞു, 20ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ 20 ക്ലാസ് നമുക്ക് കേൾക്കണമെങ്കിൽ താഴെ ഉണ്ടാവും നമ്മുടെ ചാനലിന്റെ ലോഗോ. ഈ അടുത്ത ഭാഗത്ത് ഈ വീഡിയോ കാണുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു റൗണ്ടിൽ ചിലപ്പോൾ ഉണ്ടാവും. റൗണ്ടിൽ നമ്മുടെ ഖുർആൻ
അല്ലെ, മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ള ഒരു റൗണ്ടിൽ എഴുതിയിട്ടുണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ അവിടെ ഒരു ഹോം വീഡിയോ എന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണിക്കും. ആ വീഡിയോ എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മുഴുവൻ താഴെ ഉണ്ടാവും. ഇങ്ങനെ കൈയോട് ഇങ്ങനെ നീക്കി കൊടുത്താൽ താഴത്തെ പോലെ വീഡിയോകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുട്ടികളോട് ചോദിച്ചാൽ ആ എടുക്കേണ്ട രൂപം പറഞ്ഞുതരും. അപ്പൊ അത് നമുക്ക് എടുക്കാൻ മനസ്സിലായ പിന്നെ ഇങ്ങനെ കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികളുണ്ടാകുമ്പോൾ ഒന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് തിരിയാനുള്ളൂ. അത് നോക്കിയാൽ നമുക്ക് ഏത് വീഡിയോ നമ്മൾ ചെയ്യും, മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ അതിലുണ്ടാവും. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. നോക്കിയാൽ തന്നെ പെട്ടെന്ന് തിരിയുന്ന സംഗതിയാണ്. ഇൻഷാ അല്ലാഹ്. ഏതായാലും വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ എന്ത് ചെയ്യുക, നമ്മൾ കഴിവിന്റെ പരമാവധി ഏതെങ്കിലും ആളുകൾക്ക് മനസ്സിലാകാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിൽക്കാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതിന് വലിയ പുണ്യമാണ്. കൂടെ ഓതുക. അപ്പൊ അത് നമുക്ക് കഴിയാലോ, കൂടെ ഓതാന്. അപ്പൊ എന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം കൂടെ ഓതുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഉറപ്പായിട്ടും ചെറിയ മാറ്റമെങ്കിലും തീരെ തിരിയാത്ത ആളുകൾക്ക് വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബാക്കിയുള്ള ആളുകൾക്ക് ഏതായാലും തിരിയും എന്ന ഉറപ്പ് ഉണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ക്ലാസ് നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ ഏതായാലും ഉറപ്പായിട്ടും സാധാരണക്കാരായ ഒരു പ്രയാസമില്ലാത്ത ആളുകൾക്ക് എങ്ങനെയായാലും മനസ്സിലാകും. ഞാൻ ഇപ്പം പ്രായം കൊണ്ടോ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ക്ലാസ് കേട്ടാൽ എങ്ങനെയായാലും ഒരു ചെറിയ മാറ്റമെങ്കിലും നമ്മിൽ വരുത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഖുർആനൊക്കെ ഒന്ന് മനസ്സിലാകണം, നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒന്ന് ഓതണം എന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മക്കൾ സ്വാലിഹീകളാകാൻ വേണ്ടി, അതുപോലെ തന്നെ അള്ളാഹു തആല അവരെയും നമ്മയൊക്കെ അവന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, രോഗമുള്ളവർ, അതുപോലെ തന്നെ സ്ട്രോക്ക് സംഭവിച്ചവർ, ചലനശേഷി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭാഗം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെ പല നിലക്കും പ്രമേഹം, പ്രഷർ, അതുപോലെ തന്നെ ഊരവേദന, കൈവേദന ഇങ്ങനെ തുടങ്ങിയ, അതുപോലെ തന്നെ ശാരീരികമായ അല്ലെങ്കിൽ കുടുംബപരമായ പ്രയാസങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി നമുക്ക് എല്ലാ നിലക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലി ഇല്ലാത്തവർ, അതുപോലെ തന്നെ പ്രായമെത്തിയവര്, മക്കളില്ലാത്തവർ, ആൺകുട്ടികളില്ലാത്തവർ, അതുപോലെ തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടിയിട്ടുണ്ട്, ശമ്പളം കിട്ടിയിട്ടില്ല, ജോലി ഇല്ലാത്ത ആളുകൾ, ജോലി ഉണ്ടായിട്ട് ശമ്പളം കിട്ടാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ പണം കിട്ടാനുള്ളവര്, സ്വർണം കിട്ടാനുള്ളവര്, പല നിലക്കും നമ്മളൊക്കെ പല ആളുകളെയും സഹായിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ അത് തിരിച്ചിങ്ങോട്ട് ചെയ്യണം എന്നുള്ളതായ ഒരു കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റു സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചിങ്ങോട്ട് ചെയ്യണം എന്നുള്ളതായ ഒരു ബാധ്യതയും ഒന്നും നോക്കാതെ അവർക്കൊക്കെ അല്ലാഹു തആല നല്ല മനസ്സ് കൊടുക്കട്ടെ. കാരണം ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നല്ല ഉദ്ദേശത്തോട് കൊടുക്കുകയാണ്. പക്ഷെ അതെന്ത് ചെയ്യുക, തിരിച്ച് നമുക്കൊരു വിഷയം ചോദിക്കുമ്പോൾ എന്നാലും നല്ല നിലക്ക് ഒരു മറുപടി കിട്ടുക, എന്നാലും റാഹത്താണ്. അതൊന്നുമില്ലാതെ പല ആളുകളും തിരിഞ്ഞു നടക്കുന്നു. അതൊന്നും നമ്മൾ ആരും ചെയ്യുകയില്ല, ഇനി ചെയ്യാനും പാടില്ല. അല്ലാഹു തആല നല്ല നിലക്ക് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. വാപ്പാക്കും വേണ്ടി, ഉമ്മാക്കും വേണ്ടി, മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും, വല്യമ്മ, അതുപോലെ തന്നെ ഭർത്താവ്, ഭാര്യ, മക്കൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ ഉപ്പാപ്പ വഫാത്തായ ദിവസമായിരുന്നു, ആണ്ടിന്റെ ദിവസമായിരുന്നു. കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പോകുന്ന സമയത്തൊക്കെ ഒന്ന് ആദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങൾ ചെയ്യുമെന്നറിയാം, എന്നാലും ഒരു ഉണർത്തലും ചെയ്തത് മാത്രം. അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലൊക്കെ മരണപ്പെട്ടു പോയവര്, ഒരുപാട് കാലം ദീനീ സേവന രംഗത്തൊക്കെ നിറഞ്ഞു നിന്ന ഒരു വലിയ ആര്യമായിരുന്നു അല്ലാഹു തആല. അവർക്കൊക്കെ അവരുടെയൊക്കെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആലിമീങ്ങള് കൂടെ പഠിക്കാനൊക്കെ അവസരം കിട്ടിയ, പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ വലിയ വലിയ മഹത്തുക്കളായ നമ്മുടെ സമസ്തയുടെയും അതുപോലെ തന്നെ AP സമസ്തയുടെ ഒക്കെ ഒരുപാട് വലിയ മഹത്തുക്കളായ സാദാത്യങ്ങളോടുകൂടെ, സയ്യിദന്മാരോടുകൂടെ, തങ്ങന്മാരോടുകൂടെ, ആലിമീങ്ങളോടുകൂടെ ഒക്കെ പഠിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയ ഒരു വലിയ ആലിമ തന്നെയായിരുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാ നിലക്കും
മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടൊക്കെ ഖബറിടം അല്ലാഹു തആല സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും, പറയപ്പെട്ട എല്ലാവർക്കും, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്, വസിയത്ത് ചെയ്തവർക്കും അല്ലാത്തവർക്കും നമ്മിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് അവർക്ക് ഖബറിടം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ നമ്മളൊക്കെ ഈ ഓതിയതിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട്, വിശുദ്ധ ഖുർആനൊക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല അവരുടെ ഖബർ ജീവിതം വല്ല അദാബും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ഉയർത്തിക്കളഞ്ഞ് അവർക്ക് എല്ലാ നിലക്കും സന്തോഷം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടുകൂടെ നാളെ സുഖലോക സ്വർഗീയ ആരാമത്തിൽ ഹബീബായ നമ്മുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ, മറ്റു അമ്പിയാക്കളോടുകൂടെ, എല്ലാ സ്വഹാബ കിറാമിനോടുകൂടെ, നമ്മുടെയൊക്കെ ഇമാമികളായ മഹത്തുക്കളായ നമ്മുടെ സച്ചരിതരായ ആലിമീങ്ങളോടുകൂടെ, ഉലമാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആരെല്ലാം ഏതെല്ലാം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അവിടെയൊക്കെ റഹ്മാനായ റബ്ബേ എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബേ നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി ഞങ്ങൾക്ക് എല്ലാ നിലക്കും സമാധാനം സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ, ഇബാദത്തുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിൽ, സഹോദരി സഹോദരന്മാരിൽ, അതുപോലെ തന്നെ വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ തുടങ്ങിയ എല്ലാവരുടെയും എല്ലാവിധ വിഷയങ്ങളിലും എല്ലാ നിലക്കും നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നീ എല്ലാ നിലക്കും നിന്റെ റഹ്മത്തിന്റെ, നിന്റെ ബറക്കത്തിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് എത്തിച്ച് നീ എല്ലാ നിലക്കും ഖൈറും സമാധാനവും സന്തോഷവും ഇസ്സത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് എല്ലാവിധ ബാധ്യതകളും തീർത്തുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെയും പറയപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അശ്ശഫാഅത ഹബ് ലനാ في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. റഹ്മാനായ റബ്ബേ, മരിക്കുന്നതിന്റെ മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉംറയിൽ ഇപ്പോൾ ഉള്ളവരുണ്ട്, ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, പറഞ്ഞവരുണ്ട് റഹ്മാനായ റബ്ബേ. അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, കർമ്മങ്ങളൊക്കെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നിർവഹിക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെയ്തവരുണ്ട് അവിടൊക്കെ ബറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇനിയും അവർക്ക് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ ഓതിയത് 253 ആയത്താണ് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تلك الرسل فضلنا بعضهم على بعض منهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات
ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. 254 يا أيها الذين آمنوا أنفقوا مما رزقناكم يا أيها الذين آمنوا أنفقوا അവിടെ വഖഫ് ചെയ്തു. അൻഫിഖൂ നീട്ടാനുള്ളതാണ് വാവുണ്ട്. അതിന്റെ ആ വാക്കിൽ തന്നെ അൻഫിഖൂ എന്നാണുള്ളത് അല്ലേ? നൂനിന്റെ ശേഷം ഫ വന്നു, ഇഖ്ഫാന്റെ അക്ഷരമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അൻഫിഖൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അൻഫിഖൂ എന്ന് പറഞ്ഞാൽ വെളിവായി. അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ൽ റസഖ്നാകും മീമിന് ശേഷം മീം വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ്. ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്നു. റസഖ്നാകും മിൻ ഖബ്ൽ, ഖബ്ലി എന്നുള്ളത് സുക്കൂന് കൊടുക്കുക, ഖബ്ൽ. ഇനി വഖഫ് ചെയ്യാതെ ഓതുമ്പോൾ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഅ. അയ്യ നൂനിന് ശേഷം യാ വന്നു. അപ്പോ നൗമി, നൂന് വാവ് മീമ് യാ. അപ്പൊ എന്ത് ചെയ്യണം? നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക് കൊടുക്കുക, യായിലേക്ക് കൊടുക്കുക. അയ്യ നൂനേ അവിടെ ഇല്ല, ഉച്ചാരണത്തിൽ വരില്ല. യായിന് കട്ടി കൂടുന്നു, മണിക്കുകയും ചെയ്യുന്നു. അയ്യ എന്ന് പറഞ്ഞ പോലെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ എന്ന് പറയാം. തൻവീന് ശേഷം ലാം വന്നു, ലാം റാ. അവിടെ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഒരുപോലെയാണ്. അയ്യ എന്ന് പറഞ്ഞതും യൗമുല്ല എന്ന് പറയുന്നതും ഒരുപോലെയാണ്. പക്ഷെ എന്താ മാറ്റം? എന്താണ്? ഒന്ന് മണിക്കുന്നു, മറ്റൊന്ന് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുന്നു. എന്ത് ചെയ്യാ? കൂട്ടി യോജിപ്പിച്ച് മണിക്കുന്നു. ഇവിടെ അയ്യ എന്നുള്ളത് കൂട്ടി യോജിപ്പിച്ച് മണിക്കുകയും ചെയ്യണം. യൗമുല്ല, യൗമുൻ എന്നതിനെ യൗമുല്ല, ലാം റാ അത് വേറെ നിയമമാണ് അല്ലെ? നൗമി, നൂന് വാവ് മിമിയ അത് വേറെ നിയമമാണ്. അപ്പോൾ യൗമുല്ല, ഇവിടെ രണ്ടും ഒരു പ്രോസസ്സാണ്, ഒരേ കാര്യമാണ് നടക്കുന്നത്. പക്ഷെ അയ്യ എന്ന് പറഞ്ഞ പോലെ യൗമുല്ല ബൈഉൻ യൗമുല്ല ബൈഉൻ ഫീഹി ബൈഉൻ ഫീഹി തൻവീനേഷൻ ഫാ ഇഖ്ഫാ ചെയ്യണം. ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ ഖുല്ലത്തുൻ വലാ ശഫാഅ ولا خلة ولا شفاعة ولا خلة ولا شفاعة والكافرون هم الظالمون. അടുത്ത ആയത്ത് 255 ആയത്ത് അല്ലേ? ഏതാണ് ആയത്ത്? ആയത്തുൽ കുർസി. വലിയ മഹത്വമുള്ള ആയത്താണ്. നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന, നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് 2-3 പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയത്തുൽ കുർസിയെ സംബന്ധിച്ച് മാത്രം. ആയത്തുൽ കുർസി നമ്മളൊക്കെ എപ്പോഴും പതിവായി ഓതേണ്ട ഒരായത്തും കൂടിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ആയത്തുൽ കുർസിയോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കും. നമ്മളൊക്കെ എപ്പോഴും ഓതേണ്ട ഒരു സൂറത്ത്, ഒരായത്തും കൂടിയാണ് ആയത്തുൽ കുർസി. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസം അതൊന്ന് ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്.
നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. നമ്മുടെ ഈമാൻ അത് ഒന്നുകൂടി ശക്തിപ്പെടാൻ ഈ ഒരു ആയത്ത് കാരണമാകുമെന്ന് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. മാത്രമല്ല ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരാൾ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ, ഓതിയിട്ട് കിടക്കാൻ നേരത്ത് ഓതുകയാണെങ്കിൽ അവൻ ആ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ എല്ലാ നിലക്കും അവന് സംരക്ഷണം ലഭിക്കുമെന്ന് മഹാനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എപ്പോഴും ഓതേണ്ട ഒരു ആയത്തും കൂടിയാണ്. വീട്ടിൽ എല്ലാ നിലക്കും സമാധാനം ഉണ്ടാകണമെങ്കിൽ, സംരക്ഷണങ്ങൾ ഉണ്ടാകണമെങ്കിൽ, അള്ളാഹുവിന്റെ കാവലുണ്ടാവണമെങ്കിൽ ഈ ആയത്തെ എപ്പോഴും പതിവായി ഓതുക. എല്ലാ നിലക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന്, ശൈത്വാന്റെ പ്രയാസങ്ങളിൽ നിന്ന്, മറ്റുള്ള എല്ലാവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ ലഭിക്കാൻ ഒക്കെ കാരണമാകുന്ന ഒരായത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു തആല പതിവാക്കാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ജോലികളിൽ, യാത്രകളിൽ, മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുക, നമ്മള് ജോലി ഒക്കെ ഒന്ന് റാഹത്താകാൻ വേണ്ടി, അതുപോലെ തന്നെ യാത്ര റാഹത്താക്കാൻ വേണ്ടി, യാത്രയിലുള്ള എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ വേണ്ടി, യാത്ര ചെയ്യുന്നതിന് മുമ്പും ചെയ്യുമ്പോഴും ചെയ്തു കഴിഞ്ഞാലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിന്റെ അകത്തുനിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മള് എപ്പോഴും ആയത്തുൽ കുർസിയെ പതിവാക്കുകയാണെങ്കിൽ എല്ലാ നിലക്കും എവിടെയും നമുക്ക് ആരെയും പേടിക്കാതെ നമുക്ക് നിലകൊള്ളാൻ നമുക്കൊക്കെ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ദുആക്കൊക്കെ ഇജാബത്ത് കിട്ടും. ആയത്തുൽ കുർസി ഒന്ന് ഓതിയിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ വലിയ ഇജാബത്ത് നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചോദിച്ചാലും അതൊക്കെ ഉത്തരം ലഭിക്കും. ഉത്തരം ലഭിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ ലഭിക്കാനുള്ള ഒരു കാരണം, ഒരു സബബാണ്. അപ്പൊ നമ്മളെ ഡ്യൂട്ടി ചെയ്യുക. ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും അള്ളാഹുവിന് എന്ത് ചെയ്യുക, ഒരു ഹദിയ സമർപ്പിക്കുക. ഹദിയ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാ, അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് വെച്ചുകൊണ്ട് ചോദിക്കുക. അതിന് എന്ത് ചെയ്യും, ഒരു നിസ്കാരം വെക്കുക, ഒരു ഇബാദത്ത് വെക്കുക, ഒരു സ്വതക്ക ചെയ്യുക, ഒരു ഹദിയ കൊടുക്കുക. ഇതൊക്കെ എന്താണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അല്ലേ, ആ വിശുദ്ധ ഖുർആൻ നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യും. അതൊക്കെ വലിയ ഇജാബത്ത് കിട്ടും. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ഉമ്മമാര്, ഒരുപാട് സഹോദരന്മാരൊക്കെ വിളിച്ചിട്ട് എപ്പോഴും ഏത് വിഷയം പറയുമ്പോഴും ചെറിയ വിഷയങ്ങൾ വരെ വിളിച്ചിട്ട് പറയാണ്. എന്റെ കാരണം നമ്മൾ വേറെ ആരോടും പറയുന്നില്ല, ഉസ്താദിനോട് പറയാണ്. ഉസ്താദ് വിശുദ്ധ ഖുർആന്റെ ക്ലാസ് എടുക്കുന്ന ആളല്ലേ. അപ്പൊ ഖുർആനുമായിട്ട്, ആ ഖുർആന്റെ ക്ലാസ്സുമായിട്ട് ഖുർആൻ ഓതുമ്പോൾ ആ ഒരു ഓത്തിനോടുള്ള ബഹുമാനം കൊണ്ട്, അപ്പൊ ഖുർആനുമായിട്ട് ഒരു ബന്ധമുണ്ടായത് കൊണ്ട് പിന്നെ ദുആ ചെയ്യാൻ വേണ്ടി പറയാം. അല്ല, നമ്മുടെ പവർ കൊണ്ടല്ല, വിശുദ്ധ ഖുർആന്റെ ഒരു പവർ കൊണ്ട്, ആ വിശുദ്ധ ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുമല്ലോ എന്ന് ഇങ്ങോട്ട് പറയാണ്. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്കൊക്കെ എപ്പോഴും വേണം. നമ്മളൊക്കെ ഓതുന്നതാണ്, നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓതിയിട്ട് നമ്മൾ സ്വന്തമാണ് ദുആ ചെയ്താൽ മതി. അതിനൊക്കെ വലിയ പുണ്യമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ദുആയും തഹജ്ജുദും മറ്റുള്ള ഒരുപാട് നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് നേരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അതിനൊക്കെ ശേഷം എന്ത് ചെയ്യുക, ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ ആ ഒരു കൃത്യമായ ആ ദുആകളിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉണർത്തും. കാരണം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങളായ സഹോദരന്മാർക്ക് വേണ്ടിയൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്ന പറയുമ്പോൾ അതൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താകാൻ വേണ്ടി ഒക്കെ സബബാകുമെന്ന് മഹത്തുക്കൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരാളെ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി തരുന്നു. അപ്പൊ അതൊക്കെ നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലുള്ള ചെറുപ്പക്കാർ, നമ്മുടെ ഫലസ്തീനിലുള്ള ആളുകൾക്ക് വേണ്ടി, കുട്ടികൾ, പ്രായമുള്ളവർ, പ്രായമില്ലാത്ത ഒരു സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഈ രാജ്യത്തും അതുപോലെ തന്നെ ഒരു അവസ്ഥ മുമ്പും വന്നിരുന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ സൂചനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
എല്ലാ നാട്ടിലും എല്ലാ നിലക്കും സമാധാനം ഉണ്ടാകണം. സമാധാനം ഉണ്ടാകും തീർച്ചയായും. മുസ്ലിമീങ്ങളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയും ബേജാറും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ നമ്മളായിട്ട് നിലനിൽക്കുമ്പോൾ ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല എല്ലാവിധ ലാലിമീങ്ങളും ദുൽമിൽ നിന്ന് കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കും ഇസ്സത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ടില്ല, ഖിയാമത്ത് നാൾ വരെ വിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിൽക്കും. ആ ഒരു കാര്യത്തിൽ സംശയമില്ല. കാരണം അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിക്കപ്പെടുന്നവൻ എന്നുള്ളതായ ആ ഒരു ബോധം നമുക്ക് വേണം. വിശുദ്ധ ഇസ്ലാം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ആ കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ അവിടെ മുമ്പിടൊക്കെ എല്ലാം അല്ലറ ചില്ലറ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിന്റെ സ്വാഭാവികമായ ആ ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എല്ലാ നിലക്കും കാവൽ ലഭിക്കാനൊക്കെ ഒരു കാരണമാകുന്ന ഒരു വലിയ മഹത്തായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം, എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക, ആയത്തുൽ കുർസിയൊക്കെ ഒന്ന് പതിവാക്കുക. നമ്മളൊക്കെ ഓതാറുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ആയത്തുൽ കുർസിയൊക്കെ ഒന്ന് പതിവാക്കിയാൽ അവന്റെ ഇടയിൽ മറ്റൊരു തടസ്സവുമില്ല സ്വർഗത്തിൽ കടക്കാനുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു തടസ്സവും അവന്റെ മുമ്പിലില്ല. നേരെ മരണപ്പെടുക, നേരെ അവന് സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലെ, ഒരാൾ സ്വർഗത്തിൽ എത്രയും മരിക്കണമല്ലോ. ആ ഒരു മരണമല്ലാത്ത മറ്റൊരു തടസ്സവും ഇല്ല. അല്ലാഹു തആല ആയത്തുൽ കുർസിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ പ്രയാസങ്ങൾ, ശാരീരികമായ, മാനസികമായ, പൈശാചികമായ എല്ലാവിധ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മനസ്സിലുള്ള പ്രയാസങ്ങൾ, ഭയം, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ പ്രയാസങ്ങൾ മനസ്സുമായിട്ട് മനസ്സ് ചിലപ്പോഴൊക്കെ കുടുസാകാറുണ്ട്. അതുപോലെ തന്നെ കോപം വരുമ്പോൾ, ദേഷ്യം പിടിക്കുമ്പോൾ ഇതൊക്കെ മനസ്സ് കുടുസാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. നോർമലായ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേജിനെ മറികടക്കാൻ ഈ ഒരു ആയത്തുൽ കുർസി മതിയാകുമെന്ന് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല അതൊക്കെ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. الله لا إله إلا هو الحي القيوم. لا مد منفصل. الله لا إله إلا هو الحي القيوم. على وقفية قيوم لا تأخذه سنة ولا نوم ولا سنة ولا نوم ولا نوم. അവിടെ മദ് ലീന് വരുന്നുണ്ട് അല്ലെ. ലീനിന്റെ മദ് എന്ന് പറഞ്ഞാൽ മദ് ലീന്. ഒന്ന് രണ്ടാളുകൾക്ക് മനസ്സിലാകാത്ത ഒരു പ്രയാസം പറഞ്ഞു. മദ് ലീൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുമ്പോ മീമ് അല്ലെ, അവൾ ഏത് അക്ഷരമാണെങ്കിലും അതിനെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഇവിടെ നൗമു എന്നാണ്, നൗമുൻ എന്നാണ്. മീമിന്റെ തൊട്ട് മുമ്പ് വാവാണ്. വാവിന് സുക്കൂന് അവിടെ ഒറിജിനൽ ആയിട്ട് സുക്കൂന് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. നൗം, നൂന് അല്ല വാവ് അല്ലെങ്കിൽ യാവ്, വാവോ യാവോ വരിക. ഇവിടെ വാവാണ്, വാവിന്റെ സാധ്യത യാവ് വന്നു. അതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഫത്ഹ ആവുക, എന്ന് വന്നു അല്ലെ. ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അക്ഷരം. തൊട്ട് മുമ്പുള്ള അക്ഷരം ഫത്ഹ് അല്ലെ. അതിന് ശേഷമുള്ള അക്ഷരം വാവോ യാവോ, സുക്കൂനുള്ള വാവോ യാവോ വരിക. ശേഷമുള്ളത് സുക്കൂനാവുകയും ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ നൗം എന്ന് പറഞ്ഞ പോലെ നൗം ഒന്ന് നീട്ടാം. لا تأخذه سنة ولا نوم. അതുകൊണ്ട് നമ്മൾ ബാങ്കിലൊക്കെ അസ്സലാത്തു ഖൈറും മിനൻ നൗം, നൗം എന്ന് പറയുന്നത് മദ് ലീന് അങ്ങനെയാണ്. യാ ആണെങ്കിലും വെല്ലങ്ങനെ തന്നെയാണ്. അവിടെ വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വലാ നൗം അവിടെ വഖഫ് ചെയ്തു. ഇനിയോ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه. يشفع عينان يشفع എന്ന് പറയുന്നത് എന്ന് പറയുമ്പം
ഹൽക്ക് തൊണ്ടയുടെ കഴുത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ് ആ എന്നുള്ളത്, ആ ഉള്ളിൽ നിന്നാണ് വരുന്നത് ആ അല്ലേ. അതല്ല യശ്ഫഉ മധ്യ ഹൽക്കിന്റെ തൊണ്ടയുടെ നടുഭാഗത്ത് നിന്ന് യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവിടെ മധ്യ മുൻഫസിലാണ്. ഇൻദഹു യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവിടെ വഖഫ് ചെയ്തു ബിഇദ്നിഹി മൻ ദല്ലദീ. അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. നൂനിന്റെ ശേഷം ദാലാണ് വന്നിട്ടുള്ളത്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു من ذا الذي يشفع عنده من ذا الذي يشفع عنده إلا بإذنه. അവിടെയും ഇഖ്ഫാ ചെയ്യണം. ഇൻദഹു ഇല്ലാ ബിഇദ്നി. അവിടെ നീളം ഇഖ്ഫാ ചെയ്താൽ പോരാ, അതിന് ശേഷമുള്ള ഹു എന്ന് നീട്ടുകയും ചെയ്യണം. من ذا الذي يشفع عنده إلا بإذنه. പ്രത്യേകം ശ്രദ്ധിക്കണം ഇഖ്ഫാ. من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم. മദ്ദലീന് പറഞ്ഞല്ലോ, നൗം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെ മദ്ദലീന് മനസ്സിലാക്കാൻ വേണ്ടി പറയണം, അല്ലാതെ വഖഫ് ചെയ്യാൻ വേണ്ടി പറയല്ല. യഅലമു മാ ബൈൻ നൂനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള യാഇന് സുക്കൂനാണ്, നേരത്തെ വാവാണ്, ഇവിടെ യാ സുക്കൂന്. ഇനി അതിന് തൊട്ട് മുമ്പ് ഫത്ഹാണ് വരുന്നതെങ്കിൽ ഇവിടെ ഫത്ഹ ബ എന്നുള്ളതാണ്. അപ്പൊ ബൈൻ എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മദ് ലീനാണ്. അപ്പൊ മദ് ലീനിന്റെ വാവും പറഞ്ഞു യാവും പറഞ്ഞു. ഇത് തന്നെയാണ് മദ് ലീൻ, വേറെ ഒന്നുമില്ല. വേറെ ഒരു സ്ഥലത്തും വരൂല. യാവും വാവല്ലാത്ത വേറെ ഒരു സ്ഥലത്തും വരൂല. ഇതേപോലത്തെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വരും. യാവ് വന്നാൽ വാവ് വന്നാൽ വാവിനും യാവിനും സുക്കും വരണം. തൊട്ട് മുമ്പ് ഫത്ഹായിരിക്കണം. അപ്പൊ മദ് ലീൻ വരികയുള്ളൂ. يعلم ما بين أيديهم يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء. ഇതൊക്കെ നമ്മൾ ഓത്തിൽ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ആയത്തുൽ കുർസി ആവുകയുള്ളൂ. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് പ്രകാരമായിരുന്നോ, ഇതേപോലെ തന്നെയായിരുന്നു ഓതിയിരുന്നത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം. ആയത്തുൽ കുർസി പെട്ടെന്ന് തീർക്കേണ്ട ആവശ്യമില്ല. ഓതുന്നത് നോക്കിയിട്ട് ഇനിയുള്ളത് ഈ പറഞ്ഞ രൂപത്തിലല്ല എങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് തന്നെ ആയത്തുൽ കുർസി ഓതി പഠിക്കണം. നമ്മൾക്കൊക്കെ കാണാതെ അറിയുന്ന ആയത്ത് തന്നെയാണെങ്കിൽ പോലും ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ്സോടുകൂടെ ഇനി മുതൽ ഏത് സമയത്ത് ഓതുമ്പോഴും ആയത്തുൽ കുർസി എന്ത് ചെയ്യണം? അത് അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ ഓതുക. നോക്കിയിട്ട് വളരെ ശ്രദ്ധാപൂർവം ഏറ്റവും ചുരുങ്ങിയ ഒരു 10 ദിവസമെങ്കിലും ഓതുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി എവിടുന്ന് അങ്ങോട്ട് ആയത്തുൽ കുർസി നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റുകയില്ല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലാ യുഹീഖൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. മിൻ വെളിവായി, കാരണം ഐനാണ് ശേഷമുള്ളത്. ഇൽമിഹി മദ് മുൻഫസിലാണ്. ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അവിടെ വഖഫ് ചെയ്തു. ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض. കുർസിയ്യുഹു السماوات യാന് ശബ്ദുണ്ട്. വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അപ്പൊ ഇവിടെ ولا يحيطون بشيء من علمه إلا بما شاء
وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. علي العظيم وهو العلي العظيم. شدنا يا عيني. وهو العلي العظيم. 255 ആയത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുവരെ ഓതിയത് നമുക്കൊന്നുകൂടി ഓതി നോക്കാം. ആയത്തുൽ കുർസിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله العلي العظيم. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്തിട്ട്
അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് ഇതിനൊക്കെ മിസ്ല സവാബിനെ എത്തിച്ചു കൊടുത്ത് അവർക്ക് എല്ലാം നൽകും. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാം. ബാക്കിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. വിശുദ്ധ ഖുർആന്റെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകരിക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു പ്രതിഫലം, ആരൊക്കെ ഓതുന്നുണ്ടോ അതിനൊക്കെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ആയത്ത് ഓതിയിട്ടുള്ളൂ. ഉള്ള ആയത്തുകൾ എന്ത് ചെയ്യുക, കഴിവിന്റെ പരമാവധി മനോഹരമായിട്ട് ഓതുക. പ്രത്യേകിച്ച് ആയത്തുൽ കുർസിയൊക്കെ ഉണ്ട്, ഒന്നുകൂടി കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെയുള്ള നമ്പർ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.